സങ്കീർത്തനം 13-ാം അധ്യായം 5-ാം വാക്യം. സങ്കീർത്തനം 13-ാം അധ്യായം 5-ാം വാക്യം. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ ഒരു വാക്യം നമുക്ക് ധ്യാനിക്കാം. അതാണിത്. സങ്കീർത്തനം 13-ാം അധ്യായം 5-ാം വാക്യം. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. 6-ാം വാക്യം. യഹോവ എനിക്ക് നന്മയായിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. രണ്ട് വാക്യവും നല്ല വാക്യമാണ് ബൈബിളിൽ. യഹോവ എനിക്ക് നന്മയായിരിക്കൊണ്ട് ഞാൻ പാട്ടുപാടും. വീട്ടിലിരിക്കുമ്പോൾ പാട്ട് പാടാം. യഹോവ നമുക്ക് നന്മ ചെയ്തുകൊണ്ട് നമ്മൾ സങ്കീർത്തനങ്ങൾ ആലപിക്കാം. സങ്കീർത്തനങ്ങൾ ഒരു വാക്യം എടുത്ത് പാട്ടായിട്ട് പാടാം. അതുകൊണ്ട് നല്ല ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. യഹോവ നിന്റെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കും. കർത്താവ് പറയുന്നത്, നമ്മൾ രക്ഷിക്കപ്പെടുകയാണെങ്കിൽ കർത്താവ് ആനന്ദിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും രക്ഷിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ ഹൃദയം ആനന്ദിക്കും. കാരണം നമ്മൾ യേശുവായ കർത്താവിൽ, നമ്മുടെ കരുണയായ യേശുവിൽ ആശ്രയിക്കുന്നു. അതുകൊണ്ട് കരുണയായ യേശുവിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഞാൻ കർത്താവിന് വേണ്ടി പാട്ടും പാടും. യഹോവ നന്മ ചെയ്തിരിക്കുന്ന ഞാൻ പാട്ടും പാടും. എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അനേകർക്ക് സന്തോഷമാണ്. ദൈവം നമ്മളെ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യേശുവിനെ അറിയുക. ബൈബിൾ തുറക്കുമ്പോൾ യേശുവിനെ ആരാധിക്കുവാൻ നമ്മൾ വാക്യം എടുക്കുമ്പോൾ യേശുവിൻ്റെ ദൂതാണ് നമ്മൾ പറയുന്നത്. ആ പറയുന്ന വാക്തത്വ വചനം നമ്മൾ നിറവേറുന്നതിനായി നമ്മൾ പ്രാർത്ഥിക്കാം. ഈ നല്ല ദിവസത്തിൽ നമ്മൾ കർത്താവിനെ വിളിക്കാം, യേശുവിനെ വിളിക്കാം, യേശു ക്രിസ്തുവിനെ, യേശപ്പച്ചനെ ആരാധിക്കാം. യേശപ്പച്ചൻ്റെ വാക്യങ്ങൾ നമ്മൾ വായിക്കാം, മറ്റുള്ളവർ പങ്കിടാം. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ പാട്ടും പാടാം. പാട്ട് പാടുമ്പോൾ കർത്താവ് ആനന്ദിക്കുന്നു. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന ഒരു വാക്യം അതിനകത്തുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി നിൽക്കുന്നു, പക്ഷേ എൻ്റെ ജീവിതം ഒരു മരണനിദ്രയാണ് കർത്താവ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് പ്രകാശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ബൈബിളിലെ വാക്യം വായിക്കാം. കർത്താവ് നമ്മുടെ മരണനിദ്ര മാറ്റും. കർത്താവ് നമ്മളെ, ചിലരുണ്ട് മറ്റുള്ളവരെ ഗോസിപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ ബാക്കിൽ പറയുന്നതുമൊക്കെ ഉണ്ട്. ഇതൊന്നും ബൈബിളിൽ പറയുന്നില്ല. ഇതൊന്നും നമ്മൾ ചെയ്യാതെ നന്മയാൽ തിന്മയെ ജയിക്കുവാനും യഹോവ എനിക്ക് നന്മയായിരിക്കട്ടെ ഞാനൊരു പാട്ട് പാടുവാനും നമ്മളെ കർത്താവ് വിളിക്കുന്നു. നല്ല ദിവസത്തിൽ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാം. ദ മേഴ്സി ഓഫ് ഗാഡ്, ടെൻഡർ മേഴ്സി, ടെൻഡർ മേഴ്സിയോട്, ആർദ്ര കരുണയോട് നമ്മൾ യേശുവിനെ വിളിക്കാം. ഈ നല്ല ദിവസത്തിൽ നമ്മൾ കർത്താവിനെ വിളിക്കാം. എൻ്റെ ഫ്രണ്ട്സ് രക്ഷിക്കപ്പെടുവാണ്, എൻ്റെ ഹൃദയം ആനന്ദിക്കുക. കർത്താവിന് സന്തോഷമാണ് നമ്മൾ രക്ഷിക്കപ്പെടുക. സ്വർഗം സന്തോഷിക്കുന്ന ദിവസം യേശുവിനെ ആരാധിക്കുമ്പോഴാണ്. യേശുവിനെ വിളിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും കർത്താവിനെ വിളിക്കാം, ആരാധിക്കാം, നമ്മൾ പാട്ട് പാടാം. മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് പറയാം. അതുപോലെ എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും. ദുഃഖത്തോട് നടക്കുന്ന ദാവീദ്. അപ്പോൾ ദാവീദ് ദുഃഖത്തോട് നടക്കുന്നു. അപ്പം ദാവീദിന് കർത്താവ് പറയുന്ന അധ്യായമാണിത്, സങ്കീർത്തനമാണിത്. 13-ാം സങ്കീർത്തനമാണ് ഞാൻ പറയുന്നത്. യഹോവ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും. കഷ്ടതയും പ്രയാസങ്ങളിൽ കൂടി ദാവീദ് കടന്നു പോകുമ്പോൾ പറയുന്ന വാക്യമാണ്, എത്രത്തോളം കർത്താവ് ഞാൻ ഈ കഷ്ടത നടക്കുന്നു, കഷ്ടതയിൽ കൂടി നടക്കുന്നു. ഇതിൻ്റെ ആൻസർ എന്താണ് കർത്താവെന്ന് ചോദിക്കുമ്പോൾ പാട്ട് പാടുക. ആമീൻ, ആമീൻ.